ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനും സഹസ്രാബ്ദ വാഴ്ചയ്ക്കും അടുത്തുള്ള അവസാന നാളുകളിലാണ് നാം എത്തപ്പെട്ട് നിൽക്കുന്നത്. കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ തിരുവചന അടിസ്ഥാനത്തിലും ഇസ്രായേലിനുള്ള ബന്ധത്തിലുമാണ് തെളിവുകൾ പങ്കുവയ്ക്കുന്നത്. ഭാവി കാലത്ത് നിങ്ങൾ അത് ഗ്രഹിക്കും. ആ കാലത്ത് ഞാൻ ഇസ്രായേലിൻ്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോട് കൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും. അവർ കരഞ്ഞും കൊണ്ടുവരും. യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യജാതനുമല്ലോ. ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ഒരിടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറവിൻ. ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ഒരിടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറവിൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 24-ാം വാക്യം, 31-ാം അധ്യായം 1-ാം വാക്യം, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവയാണെന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വസിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വടക്കൻ രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്രായേലിലേക്ക് കുടിയേറുന്നവരിൽ 10% ഇസ്രായേലിന് വടക്ക് ഭാഗത്തുള്ള റഷ്യയിൽ നിന്നുള്ളവരാണ്. 1980-കളിൽ സംഭവിച്ച റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പതനം ദൈവത്തിന്റെ പരമാധികാര പ്രവർത്തനമാണ്. അങ്ങനെ ആയിരക്കണക്കിന് റഷ്യൻ ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറാൻ കാരണമായി. മേലുദ്ധരിച്ച വേദഭാഗങ്ങളിൽ ഈ കുടിയേറ്റം ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് സംഭവിക്കുമെന്ന് വെളിവാകുന്നു. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ഉം 20-ഉം വാക്യങ്ങളിൽ ഈ പ്രവചനത്തിലും ഇതേ പശ്ചാത്തലം കാണാം. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സഹസ്രാബ്ദ കാലഘട്ടത്തിൽ വാഴുവാൻ ക്രിസ്തു മടങ്ങി വരുന്ന സമയത്തോടടുത്ത്
കർത്താവ് യഹൂദ ജനതയെ അവരുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും എന്ന് കണക്കാക്കാം. ഇസ്രായേലിൽ വാസം ചെയ്യുവാൻ യഹൂദരിൽ പലരും ഇതിനകം മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും അനേകർ ഇനിയും എത്തിച്ചേരുവാനുണ്ട്. ഇസ്രായേൽ ദേശത്തിലേക്കുള്ള അവരുടെ മടങ്ങിവരവ് ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച അടുത്തു എന്നതിൻ്റെ അടയാളമാണെങ്കിൽ, മഹോദ്രവത്തിനും സഹസ്രാബ്ദത്തിനും മുമ്പ് സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ വരവ് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നു വേണം നാം മനസ്സിലാക്കാൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.